1972 വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിലെ വന്യജീവികളെയും പ്രകൃതി പൈതൃകത്തെയും സംരക്ഷിക്കുന്നതിനും സുസ്ഥിര വികസനവും പരിസ്ഥിതി അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു നിർണായക നിയമനിർമ്മാണമാണ്. രാജ്യത്തെ വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ ഒരു സമഗ്ര പരിസ്ഥിതി നിയമമാണ് 1972 വന്യജീവി സംരക്ഷണ നിയമം. സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമപരമായ ചട്ടക്കൂട് ഇത് നൽകുന്നു. അവയ്ക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ദേശീയോദ്യാനങ്ങൾ, സാങ്ച്വറീസ് പോലെയുള്ള സംരക്ഷിത പ്രദേശങ്ങൾ സ്ഥാപിക്കുന്നു. വന്യജീവി നിയമം വന്യജീവി സങ്കേതങ്ങളിലും ദേശീയോദ്യാനങ്ങളിലും വനവിഭവങ്ങൾ വാണിജ്യപരമായി ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ല. കൂടാതെ പ്രാദേശിക സമൂഹങ്ങൾക്ക് അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് മാത്രമേ വനവിഭവങ്ങൾ ശേഖരിക്കാൻ അനുവാദമുള്ളൂ. സംരക്ഷിത ജീവികളെ വേട്ടയാടുന്നത് ഈ നിയമം നിരോധിക്കുകയും വന്യജീവികളുടെയോ അവയുടെ ആവാസ വ്യവസ്ഥകളെയോ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. വന്യജീവികളുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും വ്യാപാരം നിയന്ത്രിക്കുന്ന ഈ നിയമം നിയമപരമായ വ്യാപാരത്തിനുള്ള അനുമതികളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പിഴകളും ഉൾപ്പെടെ നിയമം ലംഘിക്കുന്നതിനുള്ള ശിക്ഷകൾ നൽകുന്നു. അതിൽ തടവും പിഴയും ഉൾപ്പെടുന്നു. ഈ നിയമങ്ങളിലെ വകുപ്പുകളെക്കുറിച്ച് അറിവില്ലാത്ത ഒരു സാധാരണക്കാരനെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഈ ആക്ടിന് താഴെയുള്ള 1-2 ഡെഫിനിഷൻസ് നോക്കാം. നിർവചനങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ആനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽ എന്ന് പറഞ്ഞാൽ അത് ഉഭയജീവികൾ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാവാം, പക്ഷികളാവാം, സസ്തനികളാവാം, മാമൽസ്, അതുപോലെ എഴഞ്ഞു നടക്കുന്ന വർഗ്ഗങ്ങളുണ്ട്, ഉരകവർഗ്ഗങ്ങളുണ്ട്, റെപ്റ്റൈൽസ്, അതെല്ലാമാകും. അവരുടെ കുട്ടികളാവാം, അവരുടെ മുട്ടയാവാം. ബേർഡ്സും റെപ്റ്റൈൽസൊക്കെ പറഞ്ഞ് അവരുടെ മുട്ടയടക്കം അതിനകത്ത് ആനിമൽ എന്നുള്ള ഡെഫിനിഷൻ വരുന്നതാണ്. പിന്നെ ആനിമൽ ആർട്ടിക്കിൾസ്, ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വസ്തുക്കൾ, അത് ആനക്കൊമ്പ് വെച്ചുണ്ടാക്കുന്ന വസ്തുക്കളാവാം. ഓക്കെ, അതുപോലെ ഇവയിൽ നിന്ന് ശേഖരിക്കുന്ന എന്തും ഇവയെ ഉപയോഗിച്ച് ഇവയെ കെട്ടിയിട്ടോ കൂട്ടിലിട്ടോ ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ ശേഖരിക്കുന്ന വസ്തുക്കൾ, ഇവയിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ എന്തുമാകും. ഇതെല്ലാം ഈ പറയുന്ന ആർട്ടിക്കിളിൽ പെടുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പുലിപ്പല്ലായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് തന്നെ ആയാലും എല്ലാം അതിനകത്ത് പെടുന്നതാണ്. പിന്നെ മീറ്റ്, മാംസം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്താണ്, അതിൻ്റെ മാംസം ഓഫ് കോഴ്സ് വരുന്നുണ്ട്. ബ്ലഡ്, അതുപോലെ എഗ്ഗ്, ബോൺസ്, ഷെല്ല്, ഇതെല്ലാം അതിനകത്ത് പെടുന്നതാണ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. വെറുമ്പിനല്ലാതെ, വെറുമ്പിൻ എന്ന് പറഞ്ഞിരുന്ന ക്ഷുദ്രജീവികൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഐറ്റംസേ ഉള്ളൂ. നമ്മുടെ കാക്ക, സാധാരണ നാട്ടിൽ കാണുന്ന കാക്ക, പിന്നെ എലികൾ, അല്ലേ, ഇപ്പം പന്നിയെലി ആയാലും ഇല്ല സാധാരണ എലികളായാലും അങ്ങനെയുള്ള എലികൾ, പിന്നെ ബാറ്റ്സ്, ഫ്രൂട്ട് ബാറ്റ്സ്, അതായത് ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ബാറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ക്ഷുദ്രജീവികൾ വരുന്നുള്ളൂ. ബാക്കി ഒന്നും ക്ഷുദ്രജീവികൾ പെടുന്നതല്ല. ഈ ക്ഷുദ്രജീവികൾ നമുക്ക് വേട്ടയാടുകയോ കൊല്ലുകയൊക്കെ ചെയ്യാം, അതിന് പ്രശ്നമില്ല. മറ്റുള്ളതിലൊന്നും വേട്ടയാടാൻ പാടില്ല. ഇനി അടുത്തൊരു ഡെഫിനിഷനാണ് ടാക്സിഡെർമി. ടാക്സിഡെർമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മൃഗത്തിൻ്റെ ശരീരഭാഗങ്ങൾ, അകത്തുനിന്ന് ഉള്ള ഭാഗങ്ങളെടുത്ത് മാറ്റിയിട്ട് അതിനെ സ്റ്റഫ് ചെയ്ത് എന്തെങ്കിലും പഞ്ഞിയോ ഇല്ലെങ്കിൽ കെമിക്കൽസോ ഒക്കെ ചേർത്ത് സ്റ്റഫ് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് കാണുമ്പോൾ ആ മൃഗമായിട്ട് തന്നെ നമുക്ക് തോന്നും. പക്ഷേ അകത്തെ ശരീരഭാഗങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കി അതിനകത്ത് മരുന്നുകളൊക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പം ആ ഒരു ആകൃതി തോന്നുന്നതല്ലാതെ അതിനകത്ത് ശരീരഭാഗങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സാണ് ടാക്സിഡെർമി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഏതെങ്കിലും ഒരു ഭാഗം, ഓക്കെ, അത് നമ്മൾ ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ പിടിച്ച് അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയാണ്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു മെത്തേഡിൽ നമ്മൾ സൂക്ഷിക്കും. നമുക്ക് നമ്മൾ വരുന്നവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഹാളിൽ വെച്ചിരിക്കുകയാണ്. അപ്പം സിംഹത്തിൻ്റെ തലയിൽ പുലിയുടെ തല ചിലർ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ വാനക്കൊമ്പ്, പല പല കാര്യങ്ങളാണ്. ഇതെല്ലാം ട്രോഫീസിൽ പെടുന്നത്. അപ്പോൾ ഇതെന്താ, ചിലപ്പോൾ പച്ച പുലിത്തോലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പരവതാനിയായിട്ടോ ഇല്ലെങ്കിൽ
മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഒരു സ്പെസിമിനായിട്ട് നമ്മൾ കാണാൻ, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് ട്രോഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഏതെങ്കിലും മൃഗത്തിൻ്റെ തലയോ മറ്റു ഭാഗങ്ങളോ ടാക്സിഡെർമി ചെയ്ത്, ഞാൻ പറഞ്ഞ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതുപോലെ ബോൺസ്, ഹോൺസ്, അത് റൈനോസറസിൻ്റെ ഹോൺ, പിന്നെ എന്താ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ്, അതുപോലെ പിന്നെ ഹെയർസ് എന്തെങ്കിലും, എന്തെങ്കിലും ആന വാല് അല്ലെങ്കിൽ ആനയുടെ രോമം, അതെല്ലാം നമുക്ക് വെക്കാം. അതുപോലെ പല്ലുകൾ, ഇപ്പം പുലിനഖം എന്നൊക്കെ നമ്മൾ പറയുന്നു, ഇല്ലെങ്കിൽ അത് പല്ലെന്ന് പറയുന്നു, പുലിപ്പല്ലെന്ന് പറയുന്നു, ആനക്കൊമ്പെന്ന് പറയുന്നു. ഇതിൽ ചില എഗ്ഗുകൾ ഒക്കെ, ഇത് അത് ഹണിക്കോമ്പ്, ഇതെല്ലാം അതിനകത്ത് പെടുന്ന കാര്യമാണ്. വെറുമ്പിനല്ലാത്തതിൻ്റെ, വെറുമ്പിനെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, വെറുമ്പെന്ന് പറഞ്ഞാൽ ക്ഷുദ്രജീവികൾ 3-4 ഐറ്റംസ് വരുന്നുള്ളൂ. കാക്ക, അതുപോലെ ഫ്രൂട്ട് ബാറ്റ്, അതുപോലെ തന്നെ എലി പോലെയുള്ള സാധനങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ക്ഷുദ്രജീവികൾ. ഇതല്ലാത്തതിൻ്റെ ഒക്കെ ഇത് അതെല്ലാം ട്രോഫിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ നിയമത്തിലെ ഏതൊക്കെ സെക്ഷൻസ് ആണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഹാനികരമായിട്ട് വരാവുന്നത് എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ പറയുന്ന നിയമത്തെപ്പറ്റി ശരിക്കും അറിയാത്ത ഒരാൾ ചെയ്യാവുന്ന തെറ്റുകൾ, ഈ നിയമത്തിലുള്ള വ്യവസ്ഥകൾ മനസ്സിലാക്കാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രം നോക്കി ആ സെക്ഷൻസ് മാത്രമാണ് ഇവിടെ നമ്മൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം പറയുന്നത് ഹണ്ടിങ് ഓഫ് വൈൽഡ് അനിമൽസ്. അപ്പോൾ ഷെഡ്യൂൾ 1 and 2, ഇതിനകത്ത് 5 ഷെഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, ഓരോ ഷെഡ്യൂൾസിൽ പല പല മൃഗങ്ങളെ പറ്റിയോ ഇല്ല സസ്യങ്ങളെ പറ്റിയോ ഒക്കെ അതിനകത്ത് വിവരണങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഷെഡ്യൂൾസ് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1 and 2 ഉള്ള മൃഗങ്ങളെ പറ്റിയാണ് ഹണ്ടിങ് ഓഫ് വൈൽഡ് അനിമൽസ്. ഈ വൈൽഡ് അനിമൽസിന് വേട്ടയാടാൻ പാടില്ല. നോ പേഴ്സൺ ഷാൽ ഹണ്ട് എനി വൈൽഡ് അനിമൽ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 and 2 എക്സെപ്റ്റ് ആസ് പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 11 ആൻഡ് സെക്ഷൻ 12. ഓക്കെ, സെക്ഷൻ 11ലും 12ലും പറഞ്ഞിട്ടുള്ള രീതിയിലല്ലാതെ ചെയ്യാൻ പാടില്ല, അതിന് വേട്ടയാടാൻ പാടില്ല. സെക്ഷൻ 11 പറഞ്ഞത് ഹണ്ടിങ് ഓഫ് വൈൽഡ് അനിമൽസ് ടു ബി പെർമിറ്റഡ് ഇൻ സർട്ടൻ കേസസ്, ചില കേസസിൽ ഇത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 12ൽ പറയുന്നത് ഗ്രാൻഡ് പെർമിറ്റ് ഫോർ സ്പെഷ്യൽ പർപ്പസ്, ചില സ്പെഷ്യൽ പർപ്പസിന് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് പറയുന്നത് ഹണ്ടിങ് ഓഫ് വൈൽഡ് അനിമൽസ് ടു ബി പെർമിറ്റഡ് ഇൻ സർട്ടൻ കേസ്. ആ സർട്ടൻ കേസ് എന്താണ്? സർട്ടൻ കേസ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ജീവൻ ഹാനികരമായിട്ടുള്ള ചില കേസുകൾ, ഫോർ എക്സാമ്പിൾ പുലി തന്നെ ഇപ്പം എന്താണ്, ഇപ്പം ആളുകളെ ആക്രമിക്കുകയാണ്. അങ്ങനെയുള്ള ചില സ്പെഷ്യൽ കേസുകളിൽ ആ പുലി വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു കേസ്, അങ്ങനെ കേസ് ചെയ്യാം. പിന്നെ ചില സയൻറ്റിഫിക് പർപ്പസിനും മറ്റു കാര്യങ്ങൾക്കോ ആയിട്ട്, ഇല്ലെങ്കിൽ ഇവരെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് അപ്പം പുലികളുടെ എണ്ണം കൂടി, അല്ലെങ്കിൽ ആനകളുടെ എണ്ണം കൂടി. ആനകളുടെ എണ്ണം കൂടുമ്പോൾ ഈ ആനകളെ എല്ലാം കൂടെ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ പറ്റും അവിടെ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരെ റീലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവരെ പിടിച്ച് റീലൊക്കേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ചില ഇപ്പോൾ പാമ്പുകളിൽ നിന്ന് വിഷം ശേഖരിക്കണം. അപ്പം ഇതൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ ചില വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചില സാധനങ്ങൾ, ചില ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് തന്നെ പാമ്പിൻ്റെ വാക്സിൻ ഉണ്ടാക്കണം, വിഷത്തിൻ്റെ വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർമിഷനോട് കൂടി ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഷെഡ്യൂൾ 3 പ്രകാരം ചില സ്പെസിഫൈഡ് പ്ലാൻസ് ഉണ്ട്, ചില പ്ലാൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നീലക്കുറിഞ്ഞി, അങ്ങനെയുള്ള അത് ആ ലിസ്റ്റ് ഞാൻ കാണിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. അത്തരം പ്ലാന്റുകളെ പറ്റിയാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. അതൊക്കെ പ്രൊട്ടക്റ്റഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് പ്രൊഹിബിഷൻ ഓഫ് പിക്കിംഗ്, അപ്രൂട്ടിങ് ഓഫ് സ്പെസിഫിക് പ്ലാന്റ്, ഇതൊന്നും നമുക്ക് അത് വലിച്ചു കളയാനോ ഇല്ലെങ്കിൽ അതിനെ എന്താ പറിച്ചെടുക്കാനൊന്നും പാടില്ല. ഓക്കെ, പിന്നെ ചില സ്പെഷ്യൽ കേസുകളിൽ ഇതിന് പെർമിഷൻ അവർ കൊടുക്കാവുന്നതാണ്. പിന്നെ കൾട്ടിവേഷൻ ഓഫ് സ്പെസിഫൈഡ് പ്ലാന്റ്സ് വിത്തൗട്ട് ലൈസൻസ് പ്രൊഹിബിറ്റഡ്, അത് നമ്മൾക്ക് നട്ട് വളർത്താൻ പാടില്ല, അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൈവശം വെക്കാൻ പാടില്ല. ഇത്തരം പ്ലാന്റ്സ് ലൈസൻസ് ഇല്ലാതെ കൈവശം വെക്കാൻ പാടില്ല. പിന്നെ അത് വാങ്ങിക്കാനോ വിൽക്കാനോ ഒന്നും
പാടില്ല. ഇത്തരം പ്ലാന്റ്സ് വാങ്ങിക്കാനൊന്നും പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻസ് നോക്കാം. ആദ്യം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞു സെക്ഷൻ 11 പറ്റി പറഞ്ഞു. ആദ്യം ഹണ്ടിങ് ഓഫ് വൈൽഡ് അനിമൽസ് ടു ബി പെർമിറ്റഡ് ഇൻ സർട്ടൻ കേസസ്. പിന്നെ പറഞ്ഞു 12 പറഞ്ഞു ഗ്രാൻഡ് ഓഫ് പെർമിഷൻ സ്പെഷ്യൽ പർപ്പസ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രൊട്ടക്ഷൻ സ്പെസിഫൈഡ് പ്ലാന്റ്സ് ആണ് 17A-B-C. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ 17 ആണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് നോക്കാം ആദ്യം. അപ്പോൾ നമുക്ക് 11ലേക്ക് പോകാം. ആദ്യം 11 എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, 11 പറയുന്നത് സെക്ഷനിൽ അതല്ല 11 പ്രൊഹിബിഷൻ ഓഫ് ഹണ്ടിങ് അല്ലേ. അത് പറയുന്നത് ഹണ്ടിങ് ഓഫ് വൈൽഡ് അനിമൽസ് ടു ബി പെർമിറ്റഡ് ഇൻ സർട്ടൻ കേസസ്. അപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അയാൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഷെഡ്യൂൾ 1 അതായത് ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഓക്കെ, ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ അത് എൻഡേഞ്ചേർഡ് അല്ല, പക്ഷേ അതിൻ്റെ അതിനെ കൊല്ലാതെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് എൻഡേഞ്ചേർഡ് ആയി പോകാൻ സാധ്യതയുള്ളതാണ്. അതിനെ ഇങ്ങനെ നമ്മൾ കൺട്രോൾ ഇല്ലാതെ കൊന്നു കഴിഞ്ഞാൽ അത് എൻഡേഞ്ചേർഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഷെഡ്യൂൾ 2 പെടുന്നത്. ഓക്കെ, അപ്പം ഷെഡ്യൂൾ 1 പെട്ട ജീവികളെ അത് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവന് അത് ഹാനികരമാണ്, ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വേണമെങ്കിൽ ഓർഡർ ഇടാം. ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി 12 എന്താണ് പറയുന്നത്? 12 പറയുന്നത് ഗ്രാൻഡ് പെർമിഷൻ ഫോർ സ്പെഷ്യൽ പർപ്പസ് അല്ലേ. ചില പ്രത്യേക കേസുകളിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, സയൻറ്റിഫിക് റിസർച്ച്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ള കേസുകൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വൈൽഡ് അനിമൽ ടു ആൾട്ടർനേറ്റീവ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ്. അത് നമ്മൾ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തിലേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഇവയെ. അതുപോലെ പോപ്പുലേഷൻ മാനേജ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് വിത്തൗട്ട് കില്ലിംഗ് ഓർ പോയിസണിങ് ഓർ ഡിസ്ട്രോയിങ് ഇൻ വൈൽഡ് അനിമൽസ്. കളക്ഷൻ ഓഫ് സ്പെസിമെൻസ് അല്ലേ. ചില സ്പെസിമെൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി മ്യൂസിയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയോ, അതുപോലെ ഡെറിവേഷൻ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സ്റ്റേഗ്മെനം പാമ്പ് വിഷം കളക്ട് ചെയ്യാൻ വേണ്ടി, അത് ലൈഫ് സേവിങ് ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പാമ്പ് വിഷത്തിന് വേണ്ടി, ഇത് അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കാവുന്നതാണ്. ഈ ഷെഡ്യൂൾ 1 അത് ഈ പറയുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വേണമെങ്കിൽ ഇത് കൊടുക്കാവുന്നതാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിനുള്ള പെർമിഷൻ കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞ് 17 പറഞ്ഞു. ഓക്കെ, 17 പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് സ്പെസിഫൈഡ് പ്ലാന്റ്സ്, പ്രൊഹിബിഷൻ ഓഫ് പിക്കിംഗ് അപ്രൂട്ടിങ് സ്പെസിഫൈഡ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വിൽഫുള്ളി ഇത് അങ്ങനെയുള്ള ഈ പറയുന്ന സ്പെസിഫൈഡ് പ്ലാന്റ്സ് ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ നീലക്കുറിഞ്ഞു പോലെയുള്ള ചില പ്ലാന്റ്സ് അത് വരും. ആ ലിസ്റ്റിൽ നിന്നും നമ്മളത് ആ ലിസ്റ്റിലുള്ള പ്ലാന്റ്സിനെ ഡാമേജ് ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ അപ്പോൾ അത് പറിച്ചെടുക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ അത് വിൽക്കാനോ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പാടില്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള പല നിയമങ്ങളും ഉണ്ട്. ചില സ്പെഷ്യൽ കേസുകളിൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനോ സയൻറ്റിഫിക് റിസർച്ചോ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ ഇത്തരം പ്ലാന്റുകൾ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ലൈസൻസ് ഇല്ലാതെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഈ പ്ലാന്റ്സ് എല്ലാം ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അടുത്തത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് സാങ്ച്വറീസ് അങ്ങനെ ഉള്ള സംരക്ഷിതമായിട്ടുള്ള മേഖലകളുണ്ട്, അല്ലെങ്കിൽ സ്ഥലങ്ങളുണ്ട്. അപ്പം ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ പുലിയുടെ സാങ്ച്വറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആനയുടെ സാങ്ച്വറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയുള്ള നിയമങ്ങളാണ്. അപ്പോൾ സെക്ഷൻ 27, 29, 30, 31, 32, 38J ഇങ്ങനെ പല പല നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 27 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ എൻട്രി ഇൻ സാങ്ച്വറി. നമ്മൾ അവിടെ സാങ്ച്വറികൾ കടക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതിന് പെർമിഷൻ വേണം, പെർമിഷന് കടങ്ങാൻ പാടില്ല. ഓക്കെ,
അതുപോലെ ഡിസ്ട്രക്ഷൻ ഇൻ എ സാങ്ച്വറി പ്രൊഹിബിറ്റഡ് വിത്തൗട്ട് പെർമിറ്റ്. ഓക്കെ, ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഈ പല മരങ്ങൾ വിട്ട് നശിപ്പിക്കാനും മറ്റൊന്നും ചെയ്യാൻ പാടില്ല. കാര്യം അവരുടെ ആ നാച്ചുറൽ ഹാബിറ്റാറ്റ് അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതിൽ ഒരു പെർമിറ്റ് കൂടെ എന്തെങ്കിലും കാരണമായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നതല്ലാതെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കോസിങ് ഫയർ പ്രൊഹിബിറ്റഡ്. അവിടെ പോയി തീയിട്ട് കൂട്ടി തീ ഉണ്ടാക്കാനോ കാട്ടുതീ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ എൻ്റെ മൃഗങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ഫയർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തീ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് എൻട്രി ഇൻ ടു സാങ്ച്വറി വിത്ത് വെപ്പൺ. ആയുധം കൊണ്ട് അവിടെ കടക്കാൻ പാടില്ല. പിന്നെ ബാൻ ഓൺ യൂസ് ഓഫ് ഇൻജൂരിയസ് സബ്സ്റ്റൻസസ്. അവിടെ കെമിക്കൽസോ മറ്റു കാര്യങ്ങളോ സ്ഫോടക വസ്തുക്കളോ ഒന്നും കൊണ്ട് അവിടെ പോകാൻ പാടില്ല. പ്രൊഹിബിഷൻ ഓഫ് ടീസിങ് എക്സെട്ര ഇൻ സൂ. ഇനി സൂവിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂവിൽ ചെന്നിട്ട് അവിടുത്തെ മൃഗങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല, മൃഗങ്ങളെ കല്ലെറിയാൻ പാടില്ല. അതെല്ലാം നിയമപരമായിട്ട് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ഇനി ട്രൈഡ് ഓർ കൊമേഴ്സ് ഇൻ വൈൽഡ് അനിമൽസ് ഓർ അനിമൽ ആർട്ടിക്കിൾസ് ആൻഡ് ട്രോഫീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ട്രോഫി എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് അനിമൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ വൈൽഡ് അനിമൽസ് ഇവയെ വിൽക്കാനോ വാങ്ങാനോ കൊടുക്കാനോ ഒന്നും പാടില്ല. ഇതാണ് ഇത് സെക്ഷൻ 39 തൊട്ട് 49 വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. വൈൽഡ് അനിമൽ എന്ന് പറഞ്ഞത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ആ നിയമങ്ങൾ. അത് നമ്മൾ പറഞ്ഞു വൈൽഡ് അനിമൽസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പം വെറുമ്പിനല്ലാത്തത്, അതായത് ക്ഷുദ്രജീവികളല്ലാത്ത വൈൽഡ് അനിമൽസ്, ഓക്കെ, അവയെ ഹണ്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് ഹണ്ട് ചെയ്യുന്നത് കുറ്റകരമാണ്, നേരത്തെ പറഞ്ഞു. അതുപോലെ ഈ പറയുന്ന എല്ലാം ഉപയോഗിച്ചിട്ട് അവരെ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ അവരെ ക്യാപ്റ്റീവിൽ അല്ലെങ്കിൽ തടങ്കലിലിട്ടിട്ട് അവരിൽ നിന്നും എന്തെങ്കിലും ട്രോഫികൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അനിമൽ ആർട്ടിക്കിൾ ഉണ്ടാക്കുക, ഇതെല്ലാം കുറ്റകരമായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾസോ ഇല്ലെങ്കിൽ വാഹനങ്ങളോ വെപ്പൺസോ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് പിടിച്ചെടുക്കാവുന്നതാണ്, സീസ് ചെയ്യാം. ഡിക്ലറേഷൻസ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സാധനം കയ്യിൽ വന്ന് പെടുകയാണ്, ഇപ്പം നമ്മൾ അറിയാതെ കൈ വന്ന് പെടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് 48 hours അത് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വന്ന് അത് എൻക്വയറി നടത്തും. അതിൻ്റെ എൻക്വയറി നടത്തി ഇൻവെൻട്രീസ് നോക്കിയിട്ട് അത് ലീഗലാണോ എന്ന് നോക്കും. ലീഗൽ ആണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അങ്ങനെ ലൈസൻസ് കിട്ടിയൊരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്താൽ ആ ലൈസൻസ് ക്യാൻസലാക്കാം. അപ്പോൾ ലൈസൻസ് ഇല്ലാത്തൊരു സാധനം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഒന്നും ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കുറ്റകരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള നിയമങ്ങൾ. ഇതൊന്നും വാങ്ങിക്കാൻ പാടില്ല, കൈ സൂക്ഷിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഹിബിഷൻ ഓഫ് ട്രേഡ് ഓർ കൊമേഴ്സ് ഇൻ ട്രോഫീസ് അനിമൽ ആർട്ടിക്കിൾസ് അല്ലെ ഡിറൈവ്ഡ് ഫ്രം സർട്ടൻ അനിമൽസ്. ഈ ഷെഡ്യൂൾ 1 പെട്ട മൃഗങ്ങൾ, ഇൻഡേഞ്ചർ സ്പീഷീസ് ആയിട്ടുള്ള മൃഗങ്ങൾ, അവരുടെ ബോഡി പാർട്സോ മറ്റും ഉപയോഗിച്ചില്ലെങ്കിൽ അവരുടെ ഇപ്പം ആനക്കൊമ്പ്, ഫോർ എക്സാമ്പിൾ ആനക്കൊമ്പ് ഉപയോഗിച്ച് പല സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഐവറി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതെൻ്റെ ട്രോഫീസ്. ഓക്കെ, അങ്ങനെയുള്ളത് അതിനെ പറ്റിയുള്ള ചാപ്റ്ററാണിത്. അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് അനിമൽ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 1 അനിമൽസ് എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചർ സ്പീഷീസ്. അടുത്തത് എന്ന് പറഞ്ഞാൽ വർഗ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികൾ. അടുത്തത് ഷെഡ്യൂൾഡ് അനിമൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ജീവികളുടെ ബോഡി പാർട്സോ മറ്റോ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ഇനി സെക്ഷൻ 49B പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡീലിംഗ് ഇൻ ട്രോഫീസ് അനിമൽ ആർട്ടിക്കിൾസ് ഡിറൈവ്ഡ് ഫ്രം ഷെഡ്യൂൾഡ് അനിമൽസ്. ഇത്തരം ജീവികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ട്രോഫീസും മറ്റും എല്ലാം അതെല്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡീൽ ചെയ്യാൻ പാടില്ല. ഈ സെക്ഷൻ 49C പറയുന്നത് ഡിക്ലറേഷൻ ബൈ ഡീലേഴ്സ്. ഇനി ഏതെങ്കിലും ഡീലർ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്തിരിക്കണം. ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസറിന് ഇത് ഡിക്ലെയർ ചെയ്തിരിക്കണം. പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഒഫൻസസ്. ഈ കുറ്റകൃത്യങ്ങൾ, ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുണ്ട്, അത് എങ്ങനെ ഡീൽ ചെയ്യും? സെക്ഷൻ 15, സെക്ഷൻ 51 ആണിത്
പറ്റി പറയുന്ന പവർ ഓഫ് എൻട്രി, സെർച്ച്, അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ഇത് എപ്പം വേണമെങ്കിലും അത് എൻട്രി ചെയ്ത് എവിടെ വേണമെങ്കിലും എൻട്രി ചെയ്ത് അവിടെ പിന്നെ എന്താ സെർച്ച് ചെയ്യാനും അതുപോലെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ ആളുകൾ തടവിൽ വെക്കാനും അറസ്റ്റ് ചെയ്യാനും എല്ലാം ഉള്ള അധികാരങ്ങൾ ഇവർക്കുണ്ട്. അതിൻ്റെ പെനാൽറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ആക്ടിന് താഴെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാനും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒഫൻസസ് അത് കണ്ടുപിടിക്കാനും ഉള്ള ആർക്കൊക്കെ അതിനുള്ള അധികാരമുണ്ടെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഈ ഓഫീസേഴ്സിന് അല്ലേ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് എൻട്രി, സെർച്ച്, അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇതെല്ലാം അവർക്ക് ഉണ്ട്. അപ്പോൾ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിട്ടുള്ള ഓഫീസർക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ ഇവർക്കെല്ലാം ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇവർക്ക് എപ്പം വേണമെങ്കിലും നിങ്ങളിലുള്ള ഏതെങ്കിലും വൈൽഡ് എലിമെൻറ്റ്സിന് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഹാജരാക്കാൻ പറയുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ട്രോഫിയോ മീറ്റോ മാംസമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും വൈൽഡ് എലിമെൻറ്റ്സിൻ്റെ പാർട്സ് ഉപയോഗിച്ചുണ്ടായിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുമ്പോഴൊക്കെ ഇവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ ഏത് വാഹനവും ഇവർക്ക് തടഞ്ഞു നിർത്തി പരിശോധിക്കാനുള്ള അധികാരം ഇവർക്കുണ്ട്. എവിടെ വേണമെങ്കിലും അവർക്ക് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയോ ഇല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാം. വൈൽഡ് അനിമലിനെയോ ഇല്ലെങ്കിൽ ഈ അനിമൽ ആർട്ടിക്കിളിൻ്റെ മീറ്റ്, ട്രോഫി എല്ലാം ഇവർക്ക് കസ്റ്റഡി എടുക്കാനും പറ്റും. ഓക്കെ. അതുപോലെ ഇനി ഇതിൻ്റെ ശിക്ഷകൾ എന്തൊക്കെയാണ്? പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴെയുള്ള ആക്ട്സ് ഇതിൻ്റെ സെക്ഷൻസ് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 3 കൊല്ലം വരെ തടവ് ശിക്ഷയോ 1 ലക്ഷം രൂപ വരെ പിഴയോ ഇല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചോ ലഭിക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും നേരം പല സെക്ഷനെ പറ്റി സംസാരിച്ചു ഈ ആക്ടിന് താഴെയുള്ള. അപ്പോൾ അതിൽ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 4 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഷെഡ്യൂളുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അതായത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉള്ള മൃഗങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ഏതൊക്കെ മൃഗങ്ങൾ അതിനകത്ത് ഉള്ളതെന്ന് നോക്കാം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 ഉള്ള മൃഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു പബ്ലിക്കിന് അറിയാൻ പറ്റത്തില്ല. അപ്പം എന്താണ് ഈ ഏതൊക്കെ മൃഗങ്ങളോ പക്ഷികളോ ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഷെഡ്യൂൾ 1 ആദ്യം പറയുന്നത് മാമൽസിനെ പറ്റിയാണ്. മാമൽസ് എന്ന് പറഞ്ഞാൽ ആൻറ്റലോപ്സ്. ഓക്കെ. അപ്പോൾ ആൻറ്റലോപ്സ് നമുക്കറിയാം എന്താണെന്നുള്ളത് കൊമ്പുള്ള മാൻവർഗത്തിൽപ്പെട്ട ജീവികളാണ് ആൻറ്റലോപ്സ് എന്ന് പറയുന്നത്. ആൻറ്റലോപ്സ് അതിൻ്റെ പടം നമുക്ക് കാണണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ ബ്ലാക്ക് ബക്ക് പോലുള്ള ആൻറ്റലോപ്സിൻ്റെ പടം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെയുള്ള നല്ല മൃഗങ്ങളാണ് ഈ കൊമ്പുള്ള മാൻമൃഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ആൻറ്റലോപ്സ് എന്ന് പറയുന്നത്. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ എല്ലാം ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത്. നമുക്ക് നോക്കാം എന്താണ് ആൻറ്റലോപ്പ് നോക്കാം. ഒരെണ്ണം നോക്കാം. ഇതാണ് ആൻറ്റലോപ്സ് എന്ന് പറയുന്നത്. ഈ ഇത്തരം ജീവികൾ കൊമ്പുള്ള മാൻമൃഗത്തിൽപ്പെട്ടുള്ള ജീവികളാണ് ആൻറ്റലോപ്പ്. ഇപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ഷെഡ്യൂൾ 1 എടുത്താൽ ഏത് ജീവി വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ തന്നെ. എല്ലാം ഇവിടെ കാണിക്കാൻ എനിക്ക് പറ്റുകയില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഓക്കെ. ഇനി ഇത് ആൻറ്റലോപ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ബാഡ്ജേഴ്സ്, ഇങ്ങനെ പല മൃഗങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെയാണെന്ന് അതിനകത്തുള്ളത്. നമുക്ക് അറിയാവുന്ന മൃഗങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബിയേഴ്സ്, കരടികൾ, അതുപോലെ വിൻട്രോങ്, കാൻഡിസ്, ഗ്രേ വുൾഫ്, ജക്കാള്, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. കാൻഡിസ് എന്ന് പറഞ്ഞാൽ പട്ടി വർഗത്തിൽപ്പെടുന്ന ഉള്ള മൃഗങ്ങളാണ്. അതായത് ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്, ഈ കാട്ടുപട്ടികളുണ്ട്. അതുപോലെ വുൾഫ്, ചെന്ന, അതുപോലെ കുറുക്കൻ, ഈ വർഗത്തിൽപ്പെടുന്ന ഇതാണ്. പിന്നെ കാപ്രൈൻസ്. ഓക്കെ. അത് ഷീപ്പ് വർഗത്തിൽപ്പെടുന്നതാണ് കാപ്രൈൻസ് എന്ന് പറയുന്നത്. കാപ്രൈൻസ് ഷീപ്പ് വർഗത്തിൽപ്പെടുന്നതാണ്. ഈ ആടിൻ്റെ വർഗത്തിൽപ്പെടുന്ന മൃഗങ്ങളുണ്ട്, അതാണ് കാപ്രൈൻസ് എന്ന് പറയുന്നത്. പിന്നെ കാറ്റ് വർഗത്തിൽപ്പെടുന്ന എന്തൊക്കെയാണ്? ധാരാളമുണ്ട്. പുലി, ലയൺ,
എല്ലാം ഇതിൽ പെടുന്നതാണ് അല്ലേ. പുള്ളിപ്പുലി, ഓക്കെ. അപ്പം ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. ചീറ്റ ഉണ്ടല്ലോ, അപ്പം ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. ടൈഗർ എല്ലാം ഈ കാറ്റ് വർഗമാണ്. സിംഹം അല്ലേ, സിംഹം, ലയൺ. അപ്പം ഇതെല്ലാം കാറ്റ് വർഗത്തിൽ പെടുന്നതാണ്. ഓക്കെ. ഇത്തരം മൃഗങ്ങൾ, അതിൽ ഡീർ, മാനുകൾ, പലതരത്തിലുള്ള മാനുകൾ. ഇതിൻ്റെയൊക്കെ ലിസ്റ്റുണ്ട്. ഈ ലിസ്റ്റ് ഉണ്ട്, പലതരത്തിലുള്ള മാനുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കാം. മാൻ്റെ വർഗത്തിൽ പെടുമ്പോഴത്തേക്കും ആൽപ്പിൻ മസ്ക് ഡിയർ, കസ്തൂരിമാനൊക്കെ ഈ എൻഡേഞ്ചർ സ്പീഷീസ് ആണ്, അതിനകത്ത് വരുന്നതാണ്. ഓക്കെ. അതുപോലെ ഡോൾഫിൻസ്. അപ്പം നമുക്ക് സംശയം വരാം, ഈ വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പം കടലിലുള്ള ജീവികൾ വരും. കടലിലുള്ള ജീവികളും ഇതിനകത്ത് പെടുന്നതാണ്. ഡോൾഫിൻസ്, ഓക്കെ. ഡോൾഫിൻസ് എൻഡേഞ്ചർ സ്പീഷീസ് ആണ്. ഡുഗോങ്, എലഫൻറ്റ്, ഓക്കെ, ഏഷ്യാറ്റിക് എലഫൻറ്റ്. അതുപോലെ ആന, ഫോക്സസ്, ഹേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മുയൽ വർഗത്തിൽപ്പെടുന്ന ചില ജീവികളാണ്. ഓക്കെ. അതുപോലെ ഹോക്സ്, ഹൈന എന്ന് പറയുന്നത് കഴുതപ്പുലി പോലെയുള്ള സാധനങ്ങൾ. ഓക്കെ. അപ്പം അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. ഓട്ടേഴ്സ്, മറ്റ് റോഡൻസ് പലതുമുണ്ട്. ഓക്കെ. പിഗ്, കാട്ടുപന്നിയെ കൊല്ലാൻ പറ്റില്ല, അതിന് അങ്ങനെയുണ്ട്. അപ്പം പോർപ്പക്യൂൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ മുള്ളൻപന്നി പോലെയുള്ള. അപ്പം അങ്ങനെ ധാരാളം ഐറ്റംസ് ഇതിനകത്തുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇതൊരു റൈനോസറസ്, സ്ക്വിറൽസ്, അണ്ണാൻ, കാട്ടിൽ താമസിച്ച അണ്ണാൻ, പാണ്ട, ഓക്കെ. ഇങ്ങനെ ഇതെല്ലാം ഇതിൽപ്പെടുന്നത്. വെയിൽസ്, ഓക്കെ. വെയിൽസ് ഇപ്പോൾ തിമിംഗല ശർദി എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് പിടിക്കാവുന്നതാണ്. അതൊന്നും നമുക്ക് ചെയ്തുവിടാം. പിന്നെ അതിൻ്റെ ഒരു ആർട്ടിക്കിളാണ് അത്, തിമിംഗല ശർദി എന്ന് പറയുമ്പോൾ. അത് പല സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ. ഇതെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇനി അടുത്ത് ബേർഡ്സ്. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, ഇതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മൃഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, മാമൽസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്തത് എന്താണുള്ളത്, ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബാൺ ഓൾസ്, എന്താ, മൂങ്ങകൾ, അതുപോലെ ബസ്റ്റാർഡ്സ്, ബണ്ടിങ്സ്. ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് ജസ്റ്റ് പേരെടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇതിൻ്റെ എല്ലാം പടങ്ങൾ കിട്ടും. എല്ലാത്തിൻ്റെയും പടങ്ങൾ. ക്രൈൻസ്, കൊക്കുകൾ, ഓക്കെ. പലതരം കൊക്കുകളുണ്ട്. അതുപോലെ ഗീസ്, സ്വാൻസ്. ഡക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന ഡക്കല്ല, ഇല്ലാതെയുള്ള പലതരം ഡക്ക് വർഗത്തിൽപ്പെട്ട ഇതുണ്ട്. ഫാൽക്കൻസ്, അതായത് പ്രാപ്പിടൻ അറിയാമല്ലോ, അതാണ് ഫാൽക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഹോൺബിൽസ്, വേഴാമ്പൽ, ഇതെല്ലാം വരും. മലബാർ ഗ്രേ ഹോൺബിൽ, നമ്മുടെ ഇവിടുത്തെ ധാരാളം കാണുന്നതാണ് മലബാർ ഗ്രേ ഹോൺബിൽ എന്ന് പറയുന്നത്. കിങ്ഫിഷർ അല്ലേ, പൊന്മാനുകൾ, പരുന്തുകൾ, കഴുകന്മാർ, ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. ഇതെല്ലാം വന്യമൃഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എൻഡേഞ്ചർ സ്പീഷീസുമാണ്. അതുകൊണ്ട് ഇതിനെയൊന്നും നമുക്ക് പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കേസ് എടുക്കാവുന്നതാണ്. 3 കൊല്ലം വരെ തടവ് നല്ല കിട്ടാവുന്നതാണ്. അതിന് 1 ലക്ഷം രൂപ വരെ പിഴയും വരാം. ഓക്കെ. പിന്നെ പാരറ്റ്സ്. അപ്പോൾ പാരറ്റ്സ്, നാട്ടിലെ നമ്മൾ പച്ചത്തത്തയൊക്കെ ഉണ്ടല്ലോ, ഇതിനെയൊന്നും നമ്മൾ വളർത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം കുറ്റകരമാണ്, പാരക്കീറ്റ്സ്. അപ്പോൾ ഈ വെളിയിൽ നിന്നുള്ള തത്തകളെ നമുക്ക് വിൽക്കാനും വളർത്താനും പറ്റും, ഇല്ലാതുള്ളതിനെ ചെയ്യാൻ പാടില്ല. നാട്ടിലെ തത്ത ഒന്ന് പിടിച്ച് നമ്മൾ വളർത്താനിടയിൽ കൂട്ടിലിടുകയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ശിക്ഷ കിട്ടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അതുപോലെ നമുക്ക് പിജിൻസ് ആൻഡ് ഡോവ്സ് അല്ലെ, പ്രാവുകൾ, പലതരം പ്രാവുകളുണ്ട്. ആ പ്രാവുകളെയൊന്നും നമ്മൾ അങ്ങനെ അതിനെയൊന്നും വളർത്താനോ കൂട്ടിലിടാനോ ഒന്നും പാടില്ല. ഇതെല്ലാം കുറ്റകരമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം കുറ്റകരമാണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുപെടാം. ഓക്കെ. ഇനിയുള്ളത് റെപ്റ്റൈൽസ് ആണ്. ഓക്കെ.
റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഴജന്തുക്കൾ എല്ലാം വരാം. അതിനകത്ത് ക്രൊക്കഡൈൽസ്, എന്താ മുതല, ചിങ്കണ്ണി എല്ലാം അതിനകത്ത് പെടാം. ഓന്തുകൾ, ചമ്ലിയൻസ്, ഓക്കെ. പിന്നെ അതുപോലെ എന്താണ് കോബ്ര, കിങ് കോബ്ര, രാജവെമ്പാല, ചിലതരം കാട്ടിൽ വിടുന്ന പല്ലികളൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്, അതിനെ വളർത്തിക്കൂടെ. അതുപോലെ സ്നേക്സ്, ഓക്കെ, പൈത്തൺസ്, മലമ്പാമ്പുകൾ, ടർട്ടിൽസ് ആൻഡ് ടോട്ടോയ്സ്, ആമവർഗത്തിൽപ്പെട്ട. ടോട്ടോയ്സ് ടർട്ടിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ടർട്ടിൽസ് എന്ന് പറയുമ്പോൾ വിങ്സ്, അത് വെള്ളത്തിലാണ് കൂടുതൽ താമസിക്കുന്നത്. ടോട്ടോയ്സ് കരയിൽ കൂടുതൽ താമസിക്കുന്നതാണ് ടോട്ടോയ്സ്. ഇതിനെയൊന്നും നമ്മൾ വളർത്തിക്കൂടാ. വളർത്തുകയോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ് ഉപദ്രവിക്കുകയോ ഇല്ലെങ്കിൽ കൊല്ലുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആംഫിബിയൻസ് ഉണ്ട്, ഓക്കെ. പിന്നെ ചില പലതരത്തിലുള്ള ഫിഷുകൾ, ഓക്കെ, ജെയിൻ കൂപ്പർ പോലുള്ള ഫിഷുകൾ ഒക്കെ ഉണ്ട്. സീ ഹോഴ്സസ്. ഇത് സാധാരണ നമ്മൾ കടലിൽ പിടിക്കുന്ന കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഫിഷല്ലത്, ഇല്ലാത്തുള്ള ഫിഷുകൾ, ഓക്കെ. ഷാർക്കിനെയൊന്നും കൊന്നുകൂടാ, ഓക്കെ. സോ ഫിഷ്, ഷാർക്ക്, ഓക്കെ. ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ്, ഓക്കെ. നമുക്ക് ഇപ്പം നമ്മൾ ഇതുവരെ നോക്കി, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുറച്ച് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇനി അടുത്ത് സീ കുക്കുംബർ പോലുള്ള സാധനങ്ങൾ, ഓക്കെ. അതാണ് എക്കിനോഡെർമാറ്റ എന്നത് സീ കുക്കുംബറാണ്. മൊളസ്ക എന്ന് പറയുന്നത് ഷെല്ല് വർഗ്ഗത്തിൽപ്പെടുന്ന, ശംഖിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ഇതാണ് പറയുന്നത്. ശംഖൊന്നും നമ്മൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാനൊന്നും പാടില്ല. അതൊക്കെ വലിയ ശംഖുകൾ, ജയൻ ശംഖ് കിട്ടുമെന്നും കൊണ്ട് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കരുത്, അതൊക്കെ കുറ്റകരമാണ്. ഷെൽസ്, ശംഖ്, ഇതൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, ഓക്കെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഓക്കെ. അതുപോലെ കോക്കനട്ട് റോബർ ക്രാബ് എന്ന് പറഞ്ഞ വലിയ ക്രാബുണ്ട്, അതിനൊന്നും ആന്ത്രോപോഡ്സ് വർഗ്ഗത്തിൽപ്പെടുന്നത്. പിന്നെ ബട്ടർഫ്ലൈസ്, സൂക്ഷിക്കേണ്ട വേറൊരു സാധനം ബട്ടർഫ്ലൈസ് ആണ്. ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകളെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും പാടില്ല. കേസെടുക്കാവുന്നതാണ് നമുക്കെതിരായിട്ട്. 3 കൊല്ലം വരെ തടവ് ശിക്ഷ ശിക്ഷിക്കുന്ന കേസാണ് പൂമ്പാറ്റ. അതുപോലെ എന്താണ് തുമ്പികൾ, വേറൊരു ഇതാണ് തുമ്പികൾ. ഇത് പലതരം പല വർഗ്ഗത്തിൽപ്പെടുന്ന പൂമ്പാറ്റകളാണ്. അത് ഡ്രാഗൺ ഫ്ലൈ, തുമ്പികളൊക്കെ എൻ്റെ സ്പീഷീസിൽപ്പെടുന്നതാണ്. അതിനെയൊന്നും കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് എന്ന് പറയാൻ കാരണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചാൽ നമ്മൾ കല്ല് ചുമക്കേണ്ടി വരും 3 കൊല്ലം. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ കോറൽസ്, കടലിൽ കാണുന്ന കോറൽസ് ഉണ്ട്, ബ്ലാക്ക് കോറൽ, ബ്ലൂ കോറൽ, ഇതൊന്നും വീട്ടിൽ കൊണ്ട് വെക്കാൻ പാടില്ല, അതൊന്നും നശിപ്പിക്കാനും പാടില്ല. ഇത്തരം കോറൽസ് നശിപ്പിക്കാൻ പാടില്ല, ഓക്കെ. അത് ഷെഡ്യൂൾ 1 കേസ് നമ്മൾ ഇതാണ് ഉള്ളത്. ആ ഷെഡ്യൂൾ 1 നമ്മൾ പറഞ്ഞു തത്തകളെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ നാടൻ തത്തകൾ, ഇത് നമ്മൾ വളർത്താൻ പാടില്ല, ഓക്കെ. ഇനി നമ്മൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റെപ്റ്റൈൽസ്. ഇപ്പോൾ റെപ്റ്റൈൽസും ഇതേ പ്രശ്നമാണ്. റെപ്റ്റൈൽസിനെ നമുക്ക് ഇത് രാജവെമ്പാല, നമുക്ക് അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതൊക്കെ വൈൽഡ് ലൈഫ് ആക്റ്റിൽ പെടുന്നതാണ്. പിന്നെ ആംഫിബിയൻസ് എന്ന് പറയുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ചില ജീവികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പാർട്ടിയിൽ പെടുന്ന ആംഫിബിയൻസ് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് കുക്കുംബർ, സീ കുക്കുംബർ, അല്ലെ, എക്കനോഡെർമാറ്റ പെടുന്ന സീ കുക്കുംബർ പോലെയാണ് സാധനങ്ങൾ. അതുപോലെ മൊളസ്ക, ഷെല്ല് വർഗ്ഗത്തിൽ പെടുന്നത് അല്ലെങ്കിൽ ശംഖിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ജീവികൾ. പിന്നെ പറഞ്ഞു ആർത്രോപോഡ്സ് പറഞ്ഞു, ഓക്കെ. പിന്നെ ബട്ടർഫ്ലൈസ്, പിന്നെ തുമ്പികൾ, കോറൽസ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത് ഷെഡ്യൂൾ 2 ആണ്. ഷെഡ്യൂൾ 2-ഉം ഷെഡ്യൂൾ 1-ഉം തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. ഷെഡ്യൂൾ 2-ൽ പെടുന്നത് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചർ സ്പീഷീസ് ആണ്. ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് അല്ല, പക്ഷേ അത് എൻഡേഞ്ചർ ആകാൻ സാധ്യതയുള്ള ജീവികളാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബേർഡ്സ്, ഈ കാറ്റഗറി അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാറ്റഗറി ഇതിലും പെടും. അപ്പോൾ ഇതും നമ്മൾ അതിനെയൊന്നും ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ലാത്തതാണ്. ഇത്തരം ജീവികളെ ഒന്നും കൊല്ലാനോ പാടില്ല, ഉപദ്രവിക്കാനൊന്നും പാടില്ല. ഷെഡ്യൂൾ 1-ൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ 2-നും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഷെഡ്യൂൾ 2-ൽ ശിക്ഷകൾ കുറച്ച് കുറവുണ്ടാവും. നമ്മളത് ഇത് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ഇപ്പം കഠിനമായ ശിക്ഷയല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഷെഡ്യൂൾ 2-ൽ ഉള്ള ജീവികളെ നമുക്ക് പെർമിഷൻ അവർ തരുന്നതാണ്.
അപ്പോൾ ഷെഡ്യൂൾ 1ൻ്റെ അത്രയും സ്ട്രിഞ്ചൻ്റ് അല്ല ഷെഡ്യൂൾ 2. അപ്പോൾ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഹണ്ടിങ് പ്രൊഹിബിഷൻസ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് സാധാരണ അത് ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാറില്ല. ഷെഡ്യൂൾ 2 അത്ര സ്ട്രിഞ്ചൻ്റ് അല്ല, അത് സ്പെഷ്യൽ കണ്ടീഷൻസിൽ അതിനുള്ള പെർമിഷൻ കൊടുക്കാറുണ്ട്. ഇനി ട്രേഡ് പെർമിഷൻ അതുപോലെ ഇത് ഇപ്പോൾ ട്രേഡ് നടത്തുന്നതിനുള്ള കേസിലും ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2ലും വ്യത്യാസങ്ങളുണ്ട്, പെനാൽറ്റിയിലും വ്യത്യാസങ്ങളുണ്ട്. രണ്ടും സെയിം അല്ല. ഷെഡ്യൂൾ 1ൽ പെട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന് ഉള്ള പെനാൽറ്റീസ് കുറച്ചുകൂടെ സ്ട്രിഞ്ചൻ്റ് ആണ്. ഈ ഷെഡ്യൂൾ 3 സ്പെസിഫൈഡ് പ്ലാൻസ് ആണ്. ചില പ്ലാൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ 3ലുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്ലാൻസ് നശിപ്പിക്കുകയോ ഇല്ലെങ്കിൽ അതിന് ഉള്ള കച്ചവടം നടത്തുകയോ സെല്ല് ചെയ്യുകയോ ഒന്നും ഇല്ലെങ്കിൽ പറിച്ചു കളയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഷെഡ്യൂൾ 3 പെടുന്ന ഒരു 19ഓളം പ്ലാൻസ് ആണുള്ളത്. അപ്പം അത് ഞാൻ പറഞ്ഞു, ഇത് നീലക്കുറിഞ്ഞി പോലെയുള്ള പ്ലാൻസ് ആണ്. ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പടവും മറ്റു കാര്യങ്ങളും കിട്ടും. ഓക്കെ, ഇത് പലതിൻ്റെ സയൻറ്റിഫിക് പേരുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബോഡോഫൈലവും ഡാഫോഡിൽ ഓർക്കിഡും ഒക്കെ ഇതിനകത്ത് പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ റെഡ് വണ്ട, ബ്ലൂ വണ്ട, പിക്ചർ പ്ലാന്റ്, കോമൺ യു, ട്രീ ടെർമറിക്, ഇതെല്ലാം അതിനകത്ത് പെടുന്ന സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇത് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഷെഡ്യൂൾ 4ൽ ഒരു വളരെ കുറച്ച് ഒരു 4-5 ഐറ്റം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഇത് മൊത്തമായിട്ട് എൻഡേഞ്ചേർഡ് അല്ല, പക്ഷേ അത് എൻഡേഞ്ചേർഡ് ആകാൻ സാധ്യത ഉള്ളത് ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ലീഗൽ പ്രൊട്ടക്ഷന് ആവശ്യമാണ്. അത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലമിംഗോസ്, ഇതാണ് ഫ്ലമിംഗോസ് എന്ന് പറയുന്നത്. ഫ്ലമിംഗോസ്, അതുപോലെ ഹേഴ്സ് എന്ന് പറഞ്ഞാൽ ചില തരം മുയലുകളുണ്ട്, അത്തരം മുയലുകൾ, പിന്നെ കിങ്ഫിഷർ, നീലപ്പൊന്മാന്. ഓക്കെ, പിന്നെ മാക്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്പേ എന്ന് പറയുന്നത്. അതുപോലെ ഹോഴ്സ്ഷൂ ക്രാബ് എന്ന് പറയുന്ന ഒരു ക്രാബുണ്ട്, ഒരു ഞണ്ടുണ്ട്. അത് ഇത്തരം ഒരു 4-5 ഐറ്റം മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, ഇത് ഷെഡ്യൂൾ 4ൽ പെടുന്നു. ഇനി അടുത്തത് ഷെഡ്യൂൾ 5 വെർമിൻസ് ആണ്, ക്ഷുദ്രജീവികൾ. ഇതിനെ മാത്രമേ നമുക്ക് കൊല്ലാനുള്ള അധികാരമുള്ളൂ, വേറെ ഒന്നിനും നമുക്ക് ഹണ്ട് ചെയ്യാൻ പാടില്ല. ഇത് ക്ഷുദ്രജീവികളായതുകൊണ്ടും മനുഷ്യന് ശല്യം ഉണ്ടാക്കിയ ജീവികളായതുകൊണ്ട് ഇവയെ കൊല്ലാൻ നമുക്ക് യഥേഷ്ടം കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ 5ൽ പെടുന്ന വെർമിൻസ് അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ എന്ന് പറയുന്നത് കണ്ടെയ്ൻ അനിമൽ ദാറ്റ് ആർ കൺസിഡേർഡ് ആസ് വെർമിൻ, സ്മോൾ വൈൽഡ് അനിമൽ ദാറ്റ് ക്യാരി ഡിസീസ്. ഇത് രോഗങ്ങൾ പരത്തുന്നതാണ്. ആൻഡ് ഡിസ്ട്രോയ് പ്ലാന്റ്സ് ആൻഡ് ഫുഡ്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി ഹണ്ടഡ്. ഇത് ഒരു 4 ഐറ്റം ഉണ്ട്. കോമൺ ക്രോസ്, നമ്മുടെ സാധാരണ കാക്ക, പിന്നെ ഫ്രൂട്ട് ബാറ്റ്സ്, വവ്വാലുകളുണ്ടല്ലോ, നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്നില്ലെങ്കിൽ പഴങ്ങൾ കഴിക്കുന്ന വവ്വാലുകൾ, റാറ്റ്സ്, മൈസ്, അല്ലേ, നമുക്ക് പെരിച്ചാഴി ഇല്ലെങ്കിൽ എലികൾ, അങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഒന്നിനും കൊല്ലാൻ നമുക്ക് അധികാരമില്ല. ബാക്കിയെല്ലാം വൈൽഡ് അനിമൽസ് ആയിട്ട് വരുന്നതാണ്, അതൊന്നും നമുക്കുള്ള അധികാരമില്ല. അപ്പം നമ്മൾ പറഞ്ഞു, അപ്പം ഇനി ഈവൻ ബട്ടർഫ്ലൈയോ ഇല്ലെങ്കിൽ നമ്മൾ തുമ്പികളും ഒക്കെ എല്ലാം എൻഡേഞ്ചർ സ്പീഷീസിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ വീടുകളിൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, കാട്ടുപന്നി, അതിനൊന്നും കൊല്ലാൻ പാടില്ല, പന്നികളെ കൊല്ലാൻ പാടില്ല. അപ്പം അത് ക്ഷുദ്രജീവിയാണെന്ന് നമുക്കറിയാമെങ്കിൽ പോലും, നമുക്ക് ശല്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതിനൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ തത്തകളെയോ മറ്റോ വീട്ടിൽ വളർത്താൻ പാടില്ല. പ്രാവിനെ വളർത്തുന്ന തത്തയെ വളർത്തുന്നത് കുറ്റകരമായിട്ടാണ് കാണുന്നത്. ഇതനുസരിച്ച് അതുപോലെ ബട്ടർഫ്ലൈസ്, തുമ്പി, പൂമ്പാറ്റകൾ, അതിനെയൊന്നും കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. പാമ്പുകളെ ഉപദ്രവിക്കാൻ പാടില്ല. ഓക്കെ, ഈവൻ വിഷപ്പാമ്പായാലും രാജവമ്പാലയാലും ഒന്നും അതിനെ ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 3 കൊല്ലം വരെ തടവ് ശിക്ഷയും 1 ലക്ഷം രൂപയോളം പിഴ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിയമങ്ങളുണ്ട്. നിയമങ്ങൾക്കുള്ള അജ്ഞത എന്ന് പറയുന്നത് ആരും അംഗീകരിക്കുകയില്ല. അപ്പം അതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. എന്തിൻ്റെയെങ്കിലും പല്ലുകളോ നഖങ്ങളോ രോമങ്ങളോ കൊമ്പുകളോ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല. അതൊന്നും വീട്ടിൽ സൂക്ഷിക്കാനുള്ള അധികാരമില്ല. അതൊക്കെ ലൈസൻസ് വേണം. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ വേട്ടയാടി കിട്ടിയ സാധനങ്ങളല്ല
എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട ഒരു ബാധ്യത നമ്മൾ വന്ന് വിടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പം നമ്മുടെ വൈൽഡ് ലൈഫ് ആക്ട് 1972 പറ്റി അതിനകത്ത് പബ്ലിക്കിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.